കോഫി കപ്പോ കോഫിയോ വാട്ടറോ ഏതെങ്കിലും ലിക്വിഡ് നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ സൈഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വർക്ക് ചെയ്യരുത്. ഇറ്റ് ക്യാൻ സ്പിൽ ഡൗൺ. ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ടെക്നിക്കൽ വീഡിയോ ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം പുറത്ത് പോയി ഒരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. വളരെ തണുപ്പും മഴയും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പുറത്ത് പോയി വീഡിയോ എടുത്താൽ അതിന് പറ്റിയ മാറ്റേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു നല്ലൊരു ടെക്നിക്കൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബേസിക്കലി നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഫോണിൽ കൂടെ ആയിരിക്കും നിങ്ങൾ ഒരു പക്ഷേ യൂട്യൂബ് കാണുന്നത്, അല്ലെങ്കിൽ ടി വി കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കൂടെ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ ഒരു ഡിവൈസ് ഇല്ലാതെ നമുക്കിത് കാണാൻ സാധിക്കത്തില്ല, പ്രത്യേകിച്ച് യൂട്യൂബ് അല്ലാത്ത കാര്യങ്ങൾ. പക്ഷെ നമ്മളെപ്പോഴും കമ്പ്യൂട്ടർ, മിക്കവാറും ഈ കാണുന്നവരെല്ലാവരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരായിരിക്കും, ഫോൺ മാത്രമായിരിക്കത്തില്ല. കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയാതെ അതിൻ്റെ പ്രൈസ് അറിയാം. എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ കൂടുതലും വിൻഡോസാണ് നേരത്തെയൊക്കെ ഉള്ള സമയങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. വിൻഡോസ് 3.1 മുതൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എപ്പം മുതൽ തുടങ്ങിയതാണ്. പിന്നീട് വന്നപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10 years or 15 years ആയപ്പോഴത്തേന് മാക്കിലേക്ക് അല്ലെങ്കിൽ ആപ്പിൾ കമ്പ്യൂട്ടറിലേക്ക് കൂടുതലും യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആപ്പിൾ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്, കാരണം മറ്റ് വൈറസോ അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻസ് ഒന്നും ആവശ്യമില്ല, അത് വൈറസ് പിടിക്കത്തില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. എങ്കിൽ നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യം. കാരണം ഞാൻ നിങ്ങളെ കാണിക്കാം. ആപ്പിൾ എയർ ഞാൻ നേരത്തെ വാങ്ങിച്ചിരുന്നു. വളരെ കൺവീനിയൻറ്റ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, 13 ഇഞ്ചേ ഉള്ളൂ. ഓപ്പൺ ചെയ്യാൻ ഓൺ ഓഫ് ബട്ടൺ ഒന്നുമില്ല. നമുക്ക് ഓൺ ചെയ്യാം. അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും സേവ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി എൻ്റെ ക്ലൗഡിൽ സേവ് ആണ്. കമ്പ്യൂട്ടർ പോയാലും തിരിച്ച് കിട്ടാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഉണ്ട്. പക്ഷേ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ എനിക്കൊരു വലിയൊരു ഇതുണ്ടായിരുന്നോ, നമുക്ക് കമ്പ്യൂട്ടറെല്ലാം അറിയാം. അതുകൊണ്ട് ഡോണ്ട് കെയർ. ഇനി എന്ത് സംഭവിച്ചാലും നമുക്കെല്ലാം റിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ അത് റിസോൾവ് ചെയ്യാമെന്നുള്ള ഒരു നമ്മൾ മലയാളികളുടെ സ്വന്തം അഹങ്കാരം, അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ. എനിവേ ഞാനത് പറയുന്നില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ട് അധികം കെയർ ഇല്ലാതെ യൂസ് ചെയ്തതിൻ്റെ ഒരു വലിയൊരു ഇൻസിഡൻറ്റ്, നഷ്ടം സംഭവിച്ചു. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ അത് കോമൺ ആയിട്ട് എനിക്കും നിങ്ങൾക്കും വരാവുന്ന ഒരു നഷ്ടമായിട്ട് ഒരു ഇൻസിഡൻ്റാണ്. ബേസിക്കലി ഒന്നുമില്ല. ഞാൻ ഈ കമ്പ്യൂട്ടർ എടുത്ത് എന്നും യൂസ് ചെയ്യും. വളരെ കൺവീനിയൻറ്റ്. വണ്ടിയിൽ എടുത്തുകൊണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ സാറിന് അധികം നിങ്ങൾക്കറിയാം, എല്ലാവരും ബാക്ക് പാക്കിലും വളരെ കെയർഫുള്ളായിട്ടൊക്കെയാണ് പോകുന്നത്. ഞാൻ അത്രയും കെയർഫുള്ളായില്ല. ഞാനൊരു ദിവസം ഒരു വർക്കിന് ഒരു ആവശ്യത്തിന് പോയപ്പം കമ്പ്യൂട്ടർ എടുത്ത് വെച്ചു. ആ കൂട്ടത്തിൽ എനിക്ക് കുടിക്കാനുള്ള കോഫിയും വേറൊരു ഫ്ലാസ്കിലെടുത്ത് വെച്ചു. ചുരുക്കം പറഞ്ഞാൽ ഇത് രണ്ടും അടുത്താണ് ഇരുന്നത്. ഞാൻ അറിഞ്ഞില്ല. നമ്മൾ വണ്ടിയിലൊക്കെ പോകും. ഞാൻ ചെന്ന സ്ഥലത്ത് നിർത്തി കമ്പ്യൂട്ടർ എടുത്തപ്പോൾ ഈ ഫ്ലാസ്കിലെ കോഫി ഈ താഴോട്ട് വീണിട്ട്, ചുരുക്കം പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഏതാണ്ട് ഒരു 1/4 പാകത്തിൽ വെള്ളം ഈ ലിക്വിഡ് വീണു. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല, വീണ്ടും കുടഞ്ഞാലും മതിയല്ലോ, അല്ലെങ്കിൽ ഒന്ന് എയർ സ്പ്രേ അടിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ വന്നു ഓണാക്കിയപ്പം ഓണാകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ബാറ്ററി അല്ല, മറ്റേ പവർ ചാർജ് ആകുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ നേരെ ആപ്പിൾ സപ്പോർട്ടിൽ കൊണ്ടുപോയി. ഈ ആപ്പിൾ സപ്പോർട്ടിൽ കൊണ്ടുപോയപ്പോൾ അവർ പെട്ടെന്ന് ചോദിച്ചു, ലിക്വിഡ് ഡാമേജ് ആണെങ്കിൽ ഞങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ, ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ലിക്വിഡ് ഡാമേജ് നമ്മളിപ്പോൾ എന്തായാലും റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്യണം. പ്രത്യേകിച്ച് മാക് കമ്പ്യൂട്ടറിന് ഒരിക്കലും ട്രൈ ചെയ്യരുത്. നമുക്ക് ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും. അതിന് സ്പെസിഫിക് സ്ക്രൂ ഡ്രൈവറും മേടിക്കണം. അത് എല്ലാ സ്ക്രൂകളും ഒരേപോലുള്ള സൈസ് അല്ല. നമ്മൾ തൂരിയാൽ അതുപോലെ തിരിച്ചിടാനും വളരെ പ്രയാസമുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ മേടിച്ചു, ഓപ്പണൊക്കെ ചെയ്തു. പിന്നീട് ഞാൻ തുറക്കാൻ ശ്രമിച്ചില്ല. അവർ പറഞ്ഞ് ഇത് റിപ്പയർ ചെയ്യണമെങ്കിൽ ഏതാണ്ട് ഓൾമോസ്റ്റ് സെയിം പ്രൈസാണെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ, ആപ്പിൾ എയറിന് ഏതാണ്ട് $1,000 വിലയുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ആ ബാറ്ററി ഡൈ ആയി. പിന്നെ ഇതുവരെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം
ഇത് ചാർജ് ആകത്തില്ല. നമ്മൾ ഓൾ ഓഫ് എ സഡൻ കമ്പ്യൂട്ടർ പോയി. ജസ്റ്റ് ലിക്വിഡ് ഡാമേജ്, വാട്ടർ ഡാമേജ് അല്ലെങ്കിൽ കോഫി ഡാമേജ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈവൻ നേരത്തെ ഉള്ള സമയത്തൊക്കെ നമ്മൾ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ യൂസ് ചെയ്യുമ്പം ചിലപ്പോൾ കോഫിയൊക്കെ നമ്മുടെ കീബോർഡിലേക്ക് വീണാൽ നമ്മളൊന്ന് കുടഞ്ഞാലോ അല്ല ക്ലീൻ ചെയ്താലൊക്കെ പോകും. പക്ഷേ ആപ്പിൾ കമ്പ്യൂട്ടർ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. വെള്ളമോ ലിക്വിഡോ തൊട്ടടുത്ത് വെച്ചുകൊണ്ട് യാതൊരു വർക്കും ചെയ്യരുത്. അല്ലെങ്കിൽ അത് ഒരു സ്റ്റാൻഡിലായിരിക്കണം. അഥവാ അതിന് സ്പില്ല് ചെയ്താൽ ഒരിക്കലും നമ്മുടെ അതിൻ്റെ സൈഡിലുള്ള വിൻഡുകളി വഴി അകത്തേക്ക് പോയാൽ മദർ ബോർഡെല്ലാം പോകും. തന്നെയല്ല പെട്ടെന്ന് ഡാമേജ്. അപ്പോൾ രണ്ടാമത് ഞാൻ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഇത്രയും റിപ്പയർ ചാർജ്. നമ്മൾ ആപ്പിൾ കമ്പ്യൂട്ടർ നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഓപ്പൺ ചെയ്താൽ പിന്നെ ഒരിക്കലും തിരിച്ചത് റീഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് സ്ക്രൂകളും ഒരുപാട് അലൈൻമെൻറ്റും അകത്തുണ്ട്. അതെല്ലാം എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അതുപോലെ വെക്കാൻ നമുക്കറിയത്തില്ല. മിക്കവാറും എക്സ്പെർട്ടുകൾക്കെല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുകൊണ്ടാണ് നിങ്ങൾ ആപ്പിളിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ വിത്തിൻ ദാറ്റ് വാറണ്ടി പീരീഡ് ഒരു ആപ്പിൾ സപ്പോർട്ട് ഡു ദ വർക്ക്. ബട്ട് ഇഫ് യു ഡു ദ water damage or any liquid damage, even though if it is under the warranty period ഉള്ളിലാണെങ്കിൽ തന്നെയും സപ്പോർട്ട് ചെയ്തില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. എനിക്ക് കിട്ടിയാൽ ഞാൻ നിങ്ങളിപ്പോൾ കാണുന്ന ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അപ്പോൾ ഏതാണ് മാക്കെന്നും അതുപോലെ തന്നെ വേറൊന്നും വാങ്ങിക്കേണ്ടി വന്നു. പക്ഷേ വലിയൊരു പ്രയോജനം എനിക്ക് കിട്ടിയത്, നമ്മൾ സേവ് ചെയ്തിരുന്ന ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിരുന്ന ആപ്പുകളെ എല്ലാ ഡോക്യുമെൻറ്റ്സും നമുക്ക് തിരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മൾ ലോഗിൻ ചെയ്ത് പുതിയ ആപ്പിൾ കമ്പ്യൂട്ടർ വാങ്ങിച്ചപ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക്കലി അത് റീലോഡ് ചെയ്ത് എൻ്റെ ഡെസ്ക്ടോപ്പിൽ. പക്ഷേ നമുക്ക് പറ്റിയ നഷ്ടം ഇത്രയാണ്, അത്രയും പൈസ പോയി. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം, ഏത് കമ്പ്യൂട്ടറായാലും ലാപ്ടോപ്പ് ആയാലും മാക്ടോപ്പ് ആയാലും എയർ ആയാലും എന്തായാലും ഡു നോട്ട് കീപ് എനി ലിക്വിഡ് ക്ലോസ് ടു യുവർ ലാപ്ടോപ്പ്. നമ്മൾ പറയുന്നത് വളരെ സിമ്പിളായിട്ട് തോന്നും. നമുക്ക് നഷ്ടം സംഭവിച്ചു കഴിയുമ്പോഴാണ് ഇത് നമുക്ക് നേരത്തെ കെയർഫുൾ ആയിരുന്നെങ്കിൽ നമുക്കെന്ത് സേവ് ചെയ്യായിരുന്നു. നമ്മൾ മാനസികമായിട്ട് തന്നെ താഴ്ന്നു പോകും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഹെൽപ്ഫുൾ ടിപ്പാണ്. എനിക്ക് വന്ന അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ആരുടെ ഒരു അനുഭവമല്ല. നിങ്ങളിപ്പം ഇതിൻ്റെ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാം. എൻ്റെ ഡൈ ചെയ്ത ആപ്പിൾ മാക്കും കറൻ്റ്ലി വർക്കിംഗ് ആപ്പിൾ മാക്കും. പിന്നീട് ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ് കൊണ്ട് നടക്കുന്നത്. ഒരിക്കലും ഒരു വാട്ടറോ കോഫിയോ ഒന്നും തൊട്ടടുത്ത് വെക്കത്തില്ല. രണ്ടാമത് അതൊരു സ്റ്റാൻഡിലായിരിക്കും. താഴേന്ന് ഏതെങ്കിലും ഒരു കാരണവശാൽ അത് സ്പില്ല് ചെയ്താൽ ഒരിക്കലും നമ്മുടെ ലാപ്ടോപ്പ് ടച്ച് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു ചെറിയൊരു അഡ്വൈസായിട്ട് കണക്കൂട്ടിയാൽ മതി. ഞാൻ ഈ ഫീൽഡിലുള്ളതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയതുകൊണ്ടും എനിക്ക് തോന്നി മറ്റുള്ളവരോട് അത് പറയണം. സാധാരണഗതിക്ക് ആരെങ്കിലും പറഞ്ഞാലും ഇതില്ല. നഷ്ടം സംഭവിച്ച ആൾ അത് ടെസ്റ്റിമണി ചെയ്യുവാണെങ്കിൽ മറ്റുള്ളവർ അത് വിശ്വസിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കമ്പ്യൂട്ടറുകൾ നിങ്ങൾക്കറിയാം ഹൗ എക്സ്പെൻസീവ് ഇറ്റ് ഈസ്. ഈവൻ ദോ ആര് ഫ്രീ തന്നെന്ന് പറഞ്ഞാലും അത് എക്സ്പെൻസീവാണ്. പഴുത് വാങ്ങിക്കാനൊന്നും കിട്ടത്തില്ലല്ലോ. അങ്ങനെ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ എത്ര കാലം വേണമെങ്കിലും. എൻ്റെ കയ്യിലുണ്ട് ആപ്പിൾ ഐപാഡ് 2. ഐപാഡ് 1 ഇറങ്ങിയപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഐപാഡ് 2 ഇപ്പോഴും ലൈവായിട്ട് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നില്ല. കാരണം ഔട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ ഓൾഡാണ്. ഞാനത് വാങ്ങിച്ച സമയത്ത് എന്നും ഞാൻ ഓർക്കുന്നുണ്ട് നാട്ടിൽ. അതുകൊണ്ട് ഐപാഡ് 2 വലിയൊരു ഐപാഡ് ഞാൻ കാണിക്കുക കൂട്ടത്തിൽ തന്നെ കാണിക്കാം. അതുകൊണ്ടാണ് ഒരു കല്യാണത്തിന് വന്നിട്ട് ഫോട്ടോകളെല്ലാം എടുക്കുമ്പോൾ എല്ലാ വീഡിയോഗ്രാഫേഴ്സും ഇതിലോട്ടാണ് നോക്കുന്നത്. അവർ കണ്ടിട്ടില്ല അന്ന്. വളരെ ബ്യൂട്ടിഫുള്ളായ പിക്ചേഴ്സ് എടുക്കാം ഐപാഡ് കൊണ്ട്, അതുപോലെ വീഡിയോസ് എടുക്കാം. അതും പക്ഷേ ഇപ്പം അതിൻ്റെ ചാർജിങ് കോഡൊക്കെ മാറിപ്പോയി. ഇപ്പോഴും നമ്മൾ ഇപ്പോഴും അത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കെയർഫുള്ളായിട്ട് അത് കൊണ്ടു നടക്കുവാണെങ്കിൽ ഇതെന്നല്ല ഏത് കമ്പ്യൂട്ടറും കീപ്പ് ചെയ്യാൻ പറ്റും. ധാരാളം ഓൾഡ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് ഞാൻ യൂസ് ചെയ്ത്. നമ്മളത് വളരെ കെയർഫുൾ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ അത്ര ശ്രദ്ധ പോരായിരുന്നു. എന്നെ ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി. ഇതൊക്കെ സംഭവിച്ചാൽ നമുക്കൊന്നുമില്ല, നമുക്കിതെല്ലാം എത്ര കണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഒരിക്കലും അല്ല. നമ്മളത് കെയർഫുൾ ആയിരിക്കണം. ഇതൊരു പക്ഷേ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കെയർഫുള്ളായാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.
സെവൻ സീസ് മല്ലു ഇതുപോലുള്ള മറ്റ് പല ടെക്നിക്കലും നോൺ ടെക്നിക്കലും അല്ലാത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സെവൻ സീസ് മല്ലു. ദിസ് ഈസ് സീരിയൽ. ടേക്ക് കെയർ.